ഈ ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ദിലീപ് പഴയതുപോലെ ബാക്ക് നോർമൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത് ഒരുപക്ഷെ സമൂഹത്തിന് പാസ് ചെയ്യുന്നൊരു മെസ്സേജ് അത് എത്രത്തോളം നല്ലതും എത്രത്തോളം മോശവുമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ കോടതിയിൽ നിന്ന് വന്ന ഈ കാര്യം ഇല്ലെങ്കിൽ ഈ ഉത്തരവ് കാരണം മാത്രം ഈ സംഭവിച്ചതൊന്നും ഇല്ലാതാകുന്നില്ല എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടാകുന്നു. ആളുകൾ രണ്ടു പക്ഷം ചേരുന്നു. അത് വീണ്ടും അടുത്ത ക്രൈമിനും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല രീതിയിലുള്ള പരിഹാസത്തിനും ഇല്ലെങ്കിൽ അക്രമത്തിനും വരെ കാരണമാകാവുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു സെലിബ്രിറ്റിയാണ്, ദിലീപിനെ പോലെ ജനപ്രിയ നായകനായിരുന്ന ഒരാളാണ്, പെട്ടെന്ന് വില്ലൻ പരിവേഷത്തിലേക്ക് മാറിയത് നമ്മൾ കണ്ടതുമാണ്. അപ്പം അതുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത് നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ച് എത്രത്തോളം മോശമാണ്. മാത്രവുമല്ല നിയമപരമായിട്ട് അതിലെന്താണ് ചെയ്യാൻ സാധിക്കുക? അതിൽ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ് ഇത്തരം ഒരു പീഡനത്തിന് ഇരയായതെങ്കിൽ തീർച്ചയായിട്ടും ഈ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടായിരിക്കും ഇവിടെ എല്ലാവരും അതിനുവേണ്ടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ പ്രതിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ദിലീപ് എന്ന് പറയുന്ന താരപരിവേഷമുള്ള ഒരു സിനിമാ നടനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ ആരാധകർ തീർച്ചയായിട്ടും അയാൾ ഇനി എന്ത് കുറ്റം ചെയ്തതാണോ ഇല്ലേ നമുക്കറിയില്ല, പക്ഷേ അയാളെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ അതിൽ സംസാരിക്കത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. ഇവിടെയും സംഭവിച്ചിരിക്കുന്ന അതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കേക്ക് മുറിക്കലോ പടക്കം പൊട്ടിക്കലോ ഇതുപോലെയുള്ള സംഗതികൾ ദിലീപ് രക്ഷപ്പെട്ടതിലുള്ള സന്തോഷം കൊണ്ട് അത്തരം ഈ ആരാധകർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. പക്ഷെ നമ്മൾ അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ടതായ ഒരു നീതി പൂർണ്ണമായും കിട്ടിയെന്ന് നമുക്ക് ആർക്കും കരുതാനാവില്ല. കാര്യം ഇത് ഈ പറയുന്ന 1 മുതൽ 6 വരെ പ്രതികളെന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് അത് ഒരു ഉപകരണങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. ആ ഉപകരണം ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന അതിജീവിതയ്ക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൃത്യം ചെയ്തപ്പോൾ അത് ചെയ്യിച്ച ആൾ അതാരോ എന്നുള്ളത് ഇപ്പം കോടതിയുടെ കണ്ടെത്തലിൽ ദിലീപ് നിരപരാധിയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതല്ലെങ്കിൽ വേറൊരു വ്യക്തി ചെയ്തു എന്നുണ്ടെങ്കിൽ അത് അവരെ ശിക്ഷിക്കുമ്പോഴാണ് ഈ കേസ് പൂർണ്ണമാവുക. ഗൂഢാലോചന ആര് നടത്തി എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്.